ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിതാ രാവിലെ 6 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ രാവിലത്തെ സുബഹി നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പുറത്തോട്ട് വന്നതാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ടില്ലേ നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. ഒരു ഫുൾ ഡേ ഇല്ല. രാവിലെ തന്നെ ഞാനിതാ കുറച്ച് ചായ തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കട്ടൻ ചായയാണ്. അപ്പോൾ കട്ടൻ ചായ വെച്ചപ്പോഴാണ് പിന്നെ മോള് പറഞ്ഞത് മോൾക്ക് കോഫി മതിയെന്ന്. അപ്പോൾ മോൾക്ക് അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഒരു 6:30 ആയിട്ടുണ്ട്. മോൾക്ക് 6:30 കേട്ടോ മദ്രസ. അപ്പോൾ അവനതാ മദ്രസയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ മോൾക്ക് ഇന്ന് കുറച്ചധികം തന്നെ നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതാനുണ്ട്. അപ്പോൾ അവളും രാവിലെ തന്നെ നേരത്തെ ഇരുന്നിട്ട് എഴുതുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് രാവിലത്തെ വിശേഷങ്ങൾ. പിന്നെ ഇതാ മോള് കുറച്ചൊക്കെ ഒന്ന് വിളിച്ചൊക്കെ വന്നതിന് ശേഷം ഇതാ സിറ്റ് ഔട്ടിൽ വന്നിട്ടാട്ടോ പിന്നെ എഴുതുന്നത്. അപ്പോൾ അവളിതാ അവിടെ ഇരുന്നിട്ട് കോഫിയും ഒക്കെ അവളും കൂടിയിട്ട് കോഫിയും മുട്ടയൊക്കെ കൂടി കഴിച്ചു. മോനിതൊന്നും കഴിക്കില്ല കേട്ടോ രാവിലെ പോകുമ്പോൾ ബദാം എങ്ങാനും തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് സോക്ക് ചെയ്ത ബദാം മാത്രം കഴിക്കുള്ളൂ. അപ്പോൾ അതും കുറച്ച് വെള്ളം കുടിച്ചിട്ട് മാത്രം മോൻ പോവുള്ളൂ. അങ്ങനെ ചായയോ കാപ്പിയോ ഒന്നും മോൻ രാവിലെ കുടിക്കില്ല. പിന്നെ മദ്രസയിൽ നിന്ന് വന്നിട്ടാണ് കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുക. വെള്ളം കുടിക്കും രാവിലെ തന്നെ, വെള്ളം കുടിച്ചിട്ടാണ് പോവുക. അപ്പോൾ പിന്നെ ഞാനങ്ങനെ നിർബന്ധിക്കാറുമില്ല, കാരണം വെള്ളം കുടിച്ചാൽ തന്നെ മതിയല്ലോ രാവിലെ. അപ്പോൾ അങ്ങനെ പോയിട്ടുണ്ട്. മോൻക്ക് ഒരു 8:45 വരെയൊക്കെ മദ്രസ ഉണ്ട്. പക്ഷെ ഇവരെ സ്കൂൾ ബസ് 8:30 വരും കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു 7:45 കഴിഞ്ഞ് കഴിഞ്ഞാൽ മോനെ മദ്രസയിൽ നിന്ന് പോയി കൊണ്ടുവരും. അപ്പോൾ ഇക്ക ഇന്നിപ്പോൾ നടക്കാൻ പോയിട്ടില്ല. നടക്കാൻ പോയിക്കുകയാണെങ്കിൽ പിന്നെ ഇക്ക വരാനും ഒരു 7:45 ആവാറുണ്ട്. അപ്പോൾ അതാ മക്കളുടെ യൂണിഫോമൊക്കെ ഇക്ക അയൺ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് നൂൽപുട്ടാണ് കേട്ടോ. നമ്മളിവിടെ നൂൽപുട്ട് എന്നാണ് പറയുക, ഇടിയപ്പമില്ലേ അതുതന്നെ. അപ്പോൾ അതിലേക്ക് മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് ഒരു 2 സവാള ഒക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല റെസിപ്പിയാണ് കേട്ടോ മുട്ട റോസ്റ്റിൻ്റെ. പക്ഷേ കുറച്ച് നേരം നമ്മൾ ഈ സവാള ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം, അത്രേ ഉള്ളൂ. നമ്മൾ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് വെച്ചിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ കുക്കായി. പിന്നെ ഇത് അതിലോട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായി പേസ്റ്റാക്കി എടുത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ നമ്മൾ ചിക്കനും ബീഫൊക്കെ വെക്കുന്നത് പോലുള്ള അത്രയും ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഇതിലേക്ക് വേണ്ട കേട്ടോ, കുറച്ച് മതി. മുട്ട റോസ്റ്റ് ആണല്ലോ. ഈ ഒരു സവാള ഉണ്ടല്ലോ അതൊരു ലൈറ്റ് ഗോൾഡൻ കളറ് ആ ഒരു ഷെയ്ഡിലോട്ട് വരണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകൊക്കെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അതവിടെ ഇരുന്നിട്ട് കുക്കായി വരട്ടെ, ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ രാവിലെ തന്നെ ഇന്നിപ്പോൾ മക്കൾ ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ സ്കൂൾക്ക് ഉച്ചയ്ക്ക് കൊണ്ടുപോകുന്നത് ലഞ്ചിന് കൊണ്ടുപോകുന്നതും നൂൽപുട്ട് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ രാവിലെ തന്നെ ഒരു ട്രിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വിറകടുപ്പിലാണ് നൂൽപുട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. നൂൽപുട്ടും ഇഡ്ഡലിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ വിറകടുപ്പിൽ തന്നെയാണ് കേട്ടോ വെക്കുക. അപ്പോൾ അത് ഇന്നിപ്പോൾ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്നതും ഇത് തന്നെ ആയതുകൊണ്ട് കുറച്ചധികം വേണമല്ലോ. അപ്പോൾ പെട്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ ഒരു നൂൽപുട്ടിൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു മെനക്കെട്ട പണി തന്നെയായിരുന്നു കേട്ടോ. ഒന്നില്ലെങ്കിൽ അത് വെള്ളം കൂടും, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട്. പിന്നെ ആ നൂൽപുട്ടിൻ്റെ അച്ചിലുന്നത് അത് ഭയങ്കര എന്താ പറയുക, തിരിച്ച് ആ മാവ് വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ക്ലാസ്സുള്ള ദിവസങ്ങളിൽ ഇത് ഉണ്ടാക്കാൻ മെനക്കെടാറേ ഇല്ല. പക്ഷെ ഇപ്പോൾ അത് സിമ്പിളായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചായിട്ട് ഇപ്പോൾ അത് എനിക്ക് നൂൽപുട്ട് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. അപ്പോൾ അതാ മോന് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്, മദ്രസ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. 7:45. അപ്പോൾ അവനെ വിളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നൂൽപുട്ടിൻ്റെ മാവ്. അപ്പോൾ അത് ഇതുപോലെ എപ്പോഴും നമ്മൾ ആ മാവ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് അടച്ച് വെച്ചാൽ മതി. കാരണം പിന്നെ നൂൽപുട്ട് ആദ്യത്തെ ഒരു ട്രിപ്പ് കുക്കായി വന്നിട്ട് പിന്നെ അടുത്ത് എടുക്കുമ്പോഴത്തേനും ഈ മാവ് ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക ഭയങ്കര ഹാർഡായിട്ട് വരും. അപ്പോൾ അതൊന്ന് എപ്പോഴും അടച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പം പിന്നെ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നമ്മുടെ കയ്യിലൊന്ന് ഒന്ന് ആ ഒരു ചെറിയൊരു ചൂടുള്ള വെള്ളം ഒന്ന് ജസ്റ്റ് കയ്യിലാക്കിയിട്ട് പിന്നെ അതുപോലെ മാവാക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് തന്നെ കിട്ടും കേട്ടോ, നമുക്ക് റെഡിയായി വരും അത്. അപ്പോൾ ഞങ്ങളിതവിടെ ഇങ്ങനെ തേങ്ങ ഇട്ടിട്ട് ഇഡ്ഡലി പാത്രത്തിൽ തന്നെയാണ് കേട്ടോ നൂൽപുട്ട് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഇങ്ങനെ ഇല വെച്ചിട്ട് ഒരുപാട് എന്താ പറയുക ഇങ്ങനെ ചെറിയ ചെറിയ നൂൽപുട്ടല്ലാണ്ട് ഇങ്ങനെ വലുതാക്കി ഉണ്ടാക്കില്ലേ, അങ്ങനെയും ചില സമയത്ത് ചെയ്യാറുണ്ട് കേട്ടോ. ഈ ഇഡ്ഡലി പാത്രത്തിൽ തന്നെ അതിൻ്റെ ഒരു വലിയൊരു പാത്രം വരുന്നുണ്ടല്ലോ ഇതിൻ്റെ കൂടെ. അപ്പോൾ അതിലിങ്ങനെ ഇല ഇറക്കി വെച്ചിട്ട് ഇത് എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ ആക്കി കൊടുക്കും ഇതിൻ്റെ ഒരു മാവ്. അപ്പോൾ ഒരു വലിയ നൂൽപുട്ടായിട്ട് കിട്ടും. പക്ഷെ ഇവിടെ മക്കൾക്ക് ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് കിട്ടുന്നത് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ അതുപോലെ ആക്കിയെടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ
പിന്നെ കുറച്ച് ദിവസമായിട്ടുണ്ട് ഇപ്പോൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ട്ടോ. സ്ഥിരമായിട്ട് വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ വീഡിയോ എടുക്കുമ്പോൾ എന്തായാലും നമ്മൾ കുറച്ചധികം ടൈം വേണ്ടി വരും. ഇപ്പോൾ ഈ ക്ലാസ്സുള്ള ദിവസങ്ങളൊക്കെ വീഡിയോ എടുക്കുമ്പോൾ പറയാനില്ല കേട്ടോ. ഭയങ്കര എന്താ പറയുക, നമുക്ക് എങ്ങനെ നേരത്തെ എഴുന്നേറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന കാര്യം നമ്മൾ എങ്ങനെ പോയാലും ഒരു അരമണിക്കൂറാവും വീഡിയോ എടുക്കുമ്പോൾ. അത് ഫോണ് കറക്റ്റായി വെച്ച് ചിലപ്പോൾ റെക്കോർഡ് ആവുമൊന്നുമില്ല ആ തിരക്കിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നോക്കിയിട്ടും ശ്രദ്ധിച്ചിട്ടൊക്കെ വേണ്ട ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഇതാ നമ്മൾ സവാള ഇവിടെ വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലോട്ട് ഞാനിതാ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു പൊടികളുടെ ഒരു പച്ചമണമൊക്കെ പോകുന്നത് വരെ നന്നായിട്ടൊരു 1 1/2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം. പൊടികൾ ഇടുമ്പോൾ എപ്പോഴും നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി വെക്കണം കേട്ടോ. അതല്ലെങ്കിൽ നമ്മുടെ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതൊരുപാടിങ്ങനെ എന്താ പറയുക ഗ്രേവി ഉള്ളതല്ല, നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള നല്ലൊരു മുട്ട റോസ്റ്റാണ് കേട്ടോ. നമ്മൾ റോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഗ്രേവി ഉണ്ട്. നൂൽപുട്ടിൻ്റെ കൂടെ എന്തായാലും കഴിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ടേസ്റ്റ്. അതുപോലെ പത്തിരിയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി അതിലോട്ട് ഇതാ ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ തക്കാളിയൊക്കെ ഒന്ന് കുക്കായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ എടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ടേസ്റ്റാണ്. എന്നാൽ അത് കുറച്ച് നേരം ഒന്നിങ്ങനെ വേറെ എന്തെങ്കിലും ജോലികൾ നമുക്ക് ഇതിൻ്റെ കൂടെ ചെയ്യാം. ഇതിനായിട്ട് മെനക്കെട്ട് നിൽക്കുകയൊന്നും വേണ്ട. ഒന്ന് വഴറ്റിയെടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അത് ഞാനിതവിടെ ഒരു അരമുറി തേങ്ങയുടെ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല തിക്കായിട്ടുള്ള പാൽ തന്നെ എടുത്തിട്ടുണ്ട്. വേറെ വെള്ളമൊന്നും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. ഈ ഒരു തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ചു കൊടുക്കും. ഇതിനി ഇങ്ങനെ തള വരാണ്ട് തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കിയെടുക്കുക കേട്ടോ. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് തന്നെ അത് കിട്ടും. അപ്പോൾ ഞാൻ മുട്ട ഇവിടെ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുക്കറിലാണ് കേട്ടോ മുട്ട പുഴുങ്ങിയെടുക്കാറ്. കുക്കറിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒറ്റ വിസിലടിച്ചെടുക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഗ്രേവിയിൽ ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കാം. അപ്പോൾ ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമ്മൾ നേരത്തെ മുട്ട വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലോട്ട് ഇനി ചെറുതായിട്ട് ഇങ്ങനെ കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പൊട്ടിപ്പോവരുത്. ആ ഒരു ഗ്രേവിയും ഒക്കെ ഒന്ന് ഇതിലോട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കട്ട് ചെയ്തിട്ട് പകുതിയാക്കി ഇടുന്നത് ഇവിടെ മക്കൾക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു മഞ്ഞൊക്കെ കറിയിൽ അങ്ങനെ മിക്സായി പോകുമല്ലോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ആ ഒരു ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഇതിലോട്ട് നന്നായി പിടിക്കും ചെയ്യും. അപ്പോൾ 1 2 മിനിറ്റ് ഇങ്ങനെ ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ഒരു ഗ്രേവി അതിലോട്ട് പിടിക്കും കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഐറ്റം. നമ്മുടെ ആ ഒരു എന്താ പറയുക ഉള്ളിയും തക്കാളിയും ഒന്നും ഈ ഒരു ഗ്രേവിയിൽ കാണാൻ തന്നെ ഉണ്ടാവില്ല കേട്ടോ. നന്നായിട്ട് ഇതിൽ കുക്കായിട്ട് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് കഴിക്കാൻ പറ്റുന്നൊരു നല്ല റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. പിന്നെ ഇതാ മോനിപ്പോൾ വന്ന് യൂണിഫോമൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മോള് ക്ലാസ്സിൽ പോകുന്നില്ല കേട്ടോ. അപ്പോൾ അവൾക്കിന്ന് എന്തോ വയറിന് സുഖമില്ല, വയറുവേദനയാണ്. അപ്പോൾ രാവിലെ തന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പോകണ്ടെന്ന് പറഞ്ഞ് കുറച്ച് ലോങ് ഉണ്ട് ഇവിടുന്ന് സ്കൂളിലേക്ക്. സ്കൂൾ ബസ്സിൽ തന്നെയാണ് പോണത്. പക്ഷേ ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിളിക്കാനായിട്ട് പോകേണ്ടി വരും. അപ്പോൾ ടീച്ചറോട് വിളിച്ചിട്ടൊന്ന് ലീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ മോനും ഇക്കയും കൂടിയിട്ട് കഴിക്കുകയാണ്. അപ്പോൾ മോനിതാ മുട്ട റോസ്റ്റ് ഇപ്പോൾ കൂട്ടുന്നില്ല കേട്ടോ. ക്ലാസ്സിൽ കൊണ്ടുപോകാൻ മതി. മോൻക്ക് മുട്ട വെച്ചിട്ടുള്ള കറികളൊക്കെ എന്ത് കറി ഇനിയിപ്പോൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാലും അവനക്ക് അത്ര താല്പര്യമില്ല. അപ്പോൾ അത് ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടിയിട്ടാണ് കേട്ടോ മോൻ കഴിക്കുന്നത്. ഇനി ക്ലാസ്സിൽ കൊണ്ടുപോകാൻ മുട്ട റോസ്റ്റ് ആക്കി തന്നോ കുഴപ്പമില്ല, മുട്ടക്കറി ആക്കി തന്നോ ഞാൻ കഴിച്ചുകൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ദാ അവർ ചായ കുടിക്കുന്നുണ്ട്. മോൾക്ക് പിന്നെ വയറുവേദന ആയതുകൊണ്ട് ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതാ മോൻക്ക് ലഞ്ചിനാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ നൂൽപുട്ടിൻ്റെ ആ ഒരു പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു അടുപ്പത്ത്. അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ എല്ലാം കാണിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ജോലികളൊക്കെ ചെയ്യും. പിന്നെ ഈ ഒരു ടൈമിൽ മക്കൾ പോകുന്ന ടൈമിൽ തന്നെ ഇതിപ്പോൾ ഒന്ന് അവർ ലഞ്ചിന് ചോറ് കൊണ്ടുപോകാത്തതുകൊണ്ടാട്ടോ. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ചോറും കറികളും ഒക്കെ ആവാറുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ നേരത്തെ നോക്കും കാര്യങ്ങളൊക്കെ.
പിന്നെ വീഡിയോ എടുക്കുന്ന ദിവസം എന്തായാലും നേരത്തെ തന്നെ കുറച്ചും കൂടെ നേരത്തെ എന്തായാലും നോക്കണം. എന്നാലാണ് നമുക്ക് അങ്ങോട്ട് എത്തുള്ളൂ. ഒരു ടൈമിന് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആവുള്ളൂ. പിന്നെ ഇപ്പോൾ മോനും മോളാണെങ്കിലും അവരൊക്കെ റെഡി ആവേണ്ട കാര്യത്തിലൊന്നും കുഴപ്പമില്ല. അവരുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സെറ്റാക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തനിയെ റെഡി ആയിക്കോളും. വലിയ പിള്ളേരായല്ലോ. ആ ഒരു കാര്യത്തിൽ നമുക്കിനി റെഡിയാക്കി എടുക്കാനുള്ള ഒരു ടെൻഷനൊന്നുമില്ല. അപ്പോൾ അതാ അങ്ങനെ ലഞ്ചും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് മോളില്ലാത്തതുകൊണ്ട് തന്നെ മോനിക്ക് പോകാനായിട്ട് അത്ര വലിയ ഉഷാറൊന്നുമില്ല. എന്നാലും അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ചോറ് വെക്കാനായിട്ടുള്ള വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് ഇതാ അരി കഴുകിയിട്ട് ഇടുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇക്കയും പോയിട്ടുണ്ട്, മോനും പോയിട്ടുണ്ട്. അപ്പോൾ മോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിനി ഇതാ ചായ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അരി ഇട്ടിട്ട് ചായ കുടിക്കാനായിട്ട് ഇരിക്കുമ്പോൾ പിന്നെ ഇപ്പോൾ അതവിടെ വെന്തോളും. അതല്ലെങ്കിൽ ഇനിയിപ്പോൾ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് തിരക്ക് പിടിച്ചിട്ട് കഴിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. കുറച്ച് നേരം ഇരിക്കണം എനിക്ക്. ഇത്ര നേരം ഒരു എന്താ പറയുക, ഭയങ്കര തിരക്കിട്ടിട്ടാണ് കുറേ നേരം നിന്നിട്ട് ജോലികൾ ചെയ്യുക. ഏകദേശം ഒരു 5:30 5:15 ആകുമ്പോൾ എണീറ്റ് കഴിഞ്ഞാലും ഒരു 8:30 മക്കൾ പോകുന്നത് വരെ ഒരു റെസ്റ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത്രയും നേരം നിന്നതിന് ഞാൻ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നല്ല ആസ്വദിച്ചിരുന്ന് കഴിച്ച് കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്നിട്ടൊക്കെയാണ് കഴിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചോറ് അവിടെ ആവുമല്ലോ. അപ്പോൾ അതും അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അരി ഇട്ടിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു ടെൻഷനില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ജോലികൾ പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞോളും. ഒരു ജോലി എല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ ഫുൾ കംപ്ലീറ്റ് എല്ലാം കഴിഞ്ഞിട്ട് അടുത്തത് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് ലേറ്റായി പോകുക കേട്ടോ. അപ്പോൾ അതാ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് വെച്ച് നോക്കുമ്പോൾ രാവിലെ ഭയങ്കര മഞ്ഞും പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10 മണിയൊക്കെ ആവുന്നതോട് കൂടിയിട്ട് ഭയങ്കര വെയിലും അതാണല്ലോ ഇപ്പോൾ. അപ്പോൾ ഞാൻ നല്ല വെയിലാവുന്നതിന് മുമ്പ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം തുണികളൊക്കെ ഒന്ന് അയലിലിടാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ മെഷീനിൽ ഇടാനുള്ളതൊക്കെ ഇടും കേട്ടോ. കഴുകാനുള്ളതൊക്കെ ഒന്നാണ്ട് ഇടും. അപ്പോൾ പിന്നെ പെട്ടെന്ന് അതും തിരുമ്പി കഴിയുമല്ലോ. ഇനിയിപ്പോൾ ഇതാ കുറച്ച് മീൻ നമ്മൾ ഫ്രിഡ്ജിൽ തലേദിവസം വാങ്ങിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ അത് രാവിലെ ഞാൻ മസാല ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ പാത്രം കഴുകലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഫ്രഷ് ആവാനായിട്ട് പോവാം. പിന്നെ ഇനിയിപ്പോൾ പച്ചക്കറി എന്തെങ്കിലുമാണ് കറി വെക്കാനുണ്ടാവുള്ളൂ. ഇന്നിപ്പോൾ പച്ചക്കറി എന്തെങ്കിലും വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊന്ന് കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.